പ്രാർത്ഥിച്ചുകൊണ്ടാ വന്നേ. കർത്താവേ, ആരെ തൊട്ടില്ലേലും എൻ്റെ മോനെ തൊടണേ. ഈ അപ്പം കരയുമ്പോ എനിക്ക് സങ്കടം കേട്ടോ. ഇരുപത്തൊന്ന് വർഷം മുമ്പ് ആള് വന്ന ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ദൈവം കുഞ്ഞാദ്യമായിട്ട് വന്നാണോ? എന്നാ പഠിക്കാൻ പോവാ? പോവാൻ ഇഷ്ടമില്ലയോ? ഇല്ല, മനസ്സില്ല. അപ്പൻ അതുകൊണ്ട് വന്ന അപ്പനാന്നോ? അപ്പൻ എഴുന്നേറ്റ് നിൽക്കും. പഠിക്കാൻ പോകാൻ അവന് ഇഷ്ടമില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ അവന്റെ മനസ്സ് തിരിയാൻ പോവാ. ഇന്ന് രാവിലത്തെ ആരാധന അവന്റെ മനസ്സ് തിരിയാൻ പോവാ. യേശു അവന്റെ മനസ്സ് മാറ്റാൻ പോവാ. ഇല്ലയോ? പോയോ? കൈ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഭാര്യ വന്നിട്ടുണ്ടോ? ഭാര്യ ഏതാ? എത്ര പിള്ളേരാ? എടാ, ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത കോഴ്സാണോ? അല്ല, ഇവര് നിർബന്ധിച്ച? ഇല്ലയോ? ആണോ? അപ്പൻ ഓട്ടോ ഓടിക്കുവാണോ? ആന്നു. വീട് രക്ഷപ്പെടത്തില്ലയോ? വിടുവോ? ഇന്ന് പെടാൻ പോവാ. നിന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവെ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കൈയൊന്നടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഇവരുടെ കുടുംബത്തിനകത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലത്തെ ആരാധന ചലിക്കാൻ പോവാ. കർത്താവ് എന്നോട് പറയുക, ഇവരുടെ കുടുംബത്തിന് ഒറ്റക്കാലം നിൽക്കുക. കോഴ്സിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അല്ലയോ? സത്യം. നമ്മൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. രാമയും പറ. അവൻ ഞെട്ടി നിൽക്കുക. എന്തുവാന്ന ഇത്? കുഞ്ഞെ, നിന്നെ ഞാൻ കണ്ടപ്പോൾ യേശു എന്നോട് പറഞ്ഞു, നിന്റെ വീട്ടുകാർ നിന്നെ ഒരു കോഴ്സിന് വിടാൻ തയ്യാറെടുത്ത് നിൽക്കുക, പക്ഷെ നിനക്ക് പോകാൻ ഇഷ്ടമില്ല. എന്നോട് കർത്താവ് പറയും, ഇന്ന് രാവിലെ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവാ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഈ രാവിലത്തെ ആരാധന നിറവേറുന്നത് പോലെ ഒരു ദൈവത്തിന്റെ കൃപ ചലിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ചേർന്ന് അല്പനിമിഷം ആ കൈയൊന്നടിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ കൈയൊന്നടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കോ? അമ്മയുടെ കാര്യ. ഇവനെ കുറിച്ചൊരു പ്ലാൻ ദൈവത്തിനുണ്ട്. കരഞ്ഞോണ്ടാ വന്നല്ലയോ? ഒത്തിരി ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ മനസ്സ് തിരിക്കണേ എന്നൊക്കെ ദൈവത്തോട് പറഞ്ഞ് കർത്താവേ, ഈ അപ്പം കരയുമ്പോ എനിക്ക് സങ്കടം കേട്ടോ. എന്നോട് ദൈവം പറയുവാ, ഇന്ന് രാവിലെ ഇവന്റെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോവാ. ഈ കൊച്ചിന്ന് രാവിലെ അടിമുടി മാറാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിന് ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് കൈയടിച്ച് കർത്താവിനൊരു സ്തോത്രം ചെയ്തേ. ഉടമന ഘടക ശബ്ദരാധന. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് കേട്ടോ. നീ കണ്ടില്ലേ? നീ പറയുമോന്നറിയാൻ നിന്നെ അപ്പം വെയിറ്റ് ചെയ്താ. പരിശുദ്ധാത്മാവിനെ കാണാത്ത ഒന്നുമില്ലല്ലേ? യേശു ആരാ ദൈവമക്കളെ? ഇനിയും വേണ്ട, തൊടണ്ട, പറ, തൊട്ടേക്കണ്ട. ഇന്നെല്ലാം അവസാനിപ്പിക്കണം. വേണ്ട, അമ്മ കൺഫ്യൂഷൻ അല്ലേ എന്നാന്ന് അവനറിയല്ല കേട്ടോ. കുഞ്ഞെ, നീ യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കുമല്ലോ? പറ. പിന്നെ ദൈവത്തിന് കൊടുത്തേക്കണം. അവൻ നേഴ്സിംഗ് പഠിക്കും, നേഴ്സിങ്ങിന് പോവും, അവൻ അമേരിക്കയിൽ പോവും, അവന്റെ സ്ഥിതി എല്ലാം മാറും. ഇവൻ യേശുവിന്റെ പുസ്തകമെടുക്കും, ദൈവത്തിന്റെ രാജ്യത്തെ ഉയർത്തും. ആ നിലയിൽ അവനെ ദൈവം ഉയർത്തും. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് അടകനകസിയ. ഞാൻ എൻ്റെ കൺമുമ്പിൽ അതാ കാണുന്നേ. എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തോണ്ടാ പറയാത്തെ. നിങ്ങളെല്ലാം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇടാ, എവിടെ അഡ്മിഷൻ എടുത്തേക്കുന്നേ? ബാംഗ്ലൂർ. എന്നാ പോണ്ടേ? നിൽക്കാൻ പറ്റുന്നില്ലല്ലേ? ഇഷ്ടപ്പെടുന്നില്ല? അല്ല,
ആ സ്ഥലം ഇഷ്ടമല്ലയോ? ആ, പിള്ളേർ കൊള്ളത്തില്ല. പിള്ളേരെല്ലാം അങ്ങ് മാറ്റിയാലോ? മൊത്തം പിള്ളേരെ അങ്ങ് മാറ്റിയാലോ? എടാ, പിള്ളേരുടെ ഹാർട്ട് നമ്മൾ മാറ്റുക. ആ, തിരിച്ചു പോകാമല്ലോ അല്ലയോ? എത്ര രൂപ കൊടുത്തു മൊത്തം? 2.5 ലക്ഷം രൂപ അടച്ചിട്ട് അപ്പൻ ഓളക്ക പിടിങ്ങി പോലെ വന്ന് നിൽക്കുക കേട്ടോ. അപ്പന് വേറെ കാശില്ല, ഉണ്ടോ? ഇല്ല. കള്ളക്കടം വാങ്ങിച്ചു വിട്ടാ കൊച്ചു രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ കണ്ടാ, എന്നാ തിരിച്ചു കൊണ്ടുവിടണ്ടേ? ആ, നാളെ പോയാലോ? നാളെ വേണ്ട, ടിക്കറ്റ് എടുക്കണം. ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് പോകണം. പോന്നോ? എന്നത്തേക്ക് പോവാം? നാളെ കഴിഞ്ഞ് പോവാം. നിങ്ങളെ കൈയടിച്ച യേശുവേ എന്നൊന്ന് വിളിച്ചു. വേണ്ട, പക്ഷേ ഞാൻ നിന്നോട് പ്രവചനം പറയുക, നീ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യും. ഇഷ്ടമല്ലാത്ത നിന്നെ ദൈവം ഇഷ്ടപ്പെടുത്തി നീ ഒരു അത്ഭുതമായിട്ട് മാറും. ഏതാ, നീ യേശുവിന് പ്രയോജനപ്പെടും. പിന്നെ ഒരു കാര്യം നിന്നോട് പറയാൻ യേശു പറയുക, നിന്റെ പ്രശ്നം നീ പെട്ടെന്ന് കൂട്ടുകാരുമായിട്ട് കൂടും. അത് കുറയ്ക്കണം, അല്ലയോ? എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ഏത് കമ്പനി ഉണ്ടോ അതിൽ നീ ലീഡർ ആയിരിക്കും കമ്പനിയുടെ. അപ്പൊ അതുകൊണ്ട് വേണ്ട, നിർത്തൂലേ? അവിടെ പ്രേയറിന് പോകണം, പ്രാർത്ഥനയ്ക്ക്. ഞങ്ങളുടെ പോലത്തെ പ്രാർത്ഥനയുണ്ട് ബാംഗ്ലൂർ. ഏത്തടത്താ ബാംഗ്ലൂരിൽ? ഗഹനങ്ങളില്ല, അവിടെ പ്രാർത്ഥനയുണ്ട്. പോയേക്കണം. പോവല്ലോ അല്ലേ? നിങ്ങൾ ഭർത്തോമക്കാരാണോ? ആ, പ്രാർത്ഥനയ്ക്ക് പോകണം. പോവല്ലോ. കോഴ്സ് പഠിച്ചു തീരണം. പഠിക്കണം, നേഴ്സിംഗ് പഠിക്കൂലേ? പഠിക്കും. മുട്ടയിരിക്കും. എല്ലാരും ഒന്ന് കൈനീട്ടി പിടിച്ചേ. ഈ അപ്പനൊക്കെ ഭയങ്കര ഭാരത്തിൽ വന്ന കേട്ടോ. അവര് ദൈവം ഇടപെടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാരും ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആദരമൊന്ന് തുറന്ന് 30 നിമിഷം ഒന്ന് വിളിച്ച കർത്താവിനെ. പ്രിയരെ, കർത്താവ് എത്ര വിശ്വസ്തനാന്നറിയാമോ? ദൈവം എത്രയോ നല്ലവനാന്നറിയാമോ? ഇന്ന് രാവിലെ ഞാൻ കണ്ണടയ്ക്കുമ്പോ ഒരു കാര്യം കണ്ടു. ഇങ്ങേര് ക്രിസ്ത്യാനി, നിങ്ങള് ഹിന്ദുവാ, ഇന്റർകാസ്റ്റ് കല്യാണമാ. സത്യം നിനക്കറിയാവട? ആ, പക്ഷെ യേശുവിനെ അറിയാമല്ലോ. നിങ്ങൾ കൈയടിച്ചൊന്ന് സ്തോത്രം പറ. രാജഗണഘടക ശംബരാധന. എല്ലാ കരങ്ങളും അടിച്ചൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ. റാംബൽ പ്രഭാ നിയാംബരചസിയ വൈഡമേ റിമപ്രബലഘടകസിയ രേതഗണഘടക ശൈഡമാനിയാദ രേതമേ രമപ്രബലഘടകസിയ. കുഞ്ഞേ, നീ ദൈവത്തിന് സമർപ്പിക്കണം. മറ്റന്നാളത്തേക്ക് ടിക്കറ്റ് എടുക്കണം. എല്ലാം വാങ്ങിച്ചു കൊടുക്കണം. പോയിട്ട് അടുത്ത വെക്കേഷനിലത് അവൻ വരത്തില്ല അല്ലയോടാ? അടുത്ത വെക്കേഷൻ ഞങ്ങൾ വരത്തുള്ളൂ. അതോ വെക്കേഷൻ വരത്തില്ലയോ? ആ, അടുത്ത വെക്കേഷൻ വീട്ടിൽ വരണം. നിന്റെ മനസ്സിപ്പോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നിനക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അവിടെ പോയപ്പോ, അല്ലയോ? ശരിയും ഒറ്റപ്പെട്ടതുപോലെ അങ്ങ് തോന്നി, ആരും ഇല്ല എന്നൊക്കെ തോന്നി. അങ്ങനെ എന്നോട് നിന്നെ കണ്ടപ്പോ കർത്താവ് എന്നോട് പറഞ്ഞ അങ്ങനെ നിനക്ക് ആരും ഇല്ല എന്നൊക്കെ തോന്നി. ദൈവം നിനക്ക് നല്ല ചില ഫ്രണ്ട്സിനെ തരും. നിന്റെ സ്ഥിതി അവിടെ മാറും. നീ ബാംഗ്ലൂർ പട്ടണത്തിൽ പഠിക്കും. ഈ കോഴ്സ് നീ കംപ്ലീറ്റ് ചെയ്യും. ഇതിന് ശേഷം നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ഏത് വെക്കേഷൻ ഇവിടെ ആരാധനയ്ക്ക് വരണം? വരുമല്ലോ. ഇനിയും വെക്കേഷന് വന്നാൽ മതി. അടുത്ത ആഴ്ച ടിക്കറ്റ് എടുക്കും. ആ, ഉപ്പേരിയൊക്കെ വറുത്തു കൊടുക്കണം. ആ, അവനെ മിടുക്കനായിട്ട് വിടണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞൊരു കാര്യമില്ലേ, ആ ഒരു പോരാട്ടം ഉണ്ട് കേട്ടോ. പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്ത. ആ ഒരു ആധിപത്യം അവിടെ കിടക്കുക. അത് വീട്ടിൽ നിന്ന് പോകുന്നില്ല. ആ ഒരു പ്രതിസന്ധിയാ നിങ്ങളെ വല്ലാതെ കറക്കുന്നേ. പക്ഷെ ദൈവം എന്നോട് പറയുക, ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോകാൻ പോവാ. കൈ അടിച്ചു വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാവിലെ ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാരും കൂടെ അല്പനിമിഷം ആ കൈകളെ ഒന്നടിച്ച് അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് ആ നാമത്തെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആ നാമത്തെ ഒന്ന് വിളിച്ച് കർത്താവിനോട് പറയുക, ഇവരും അബ്രഹാമിന്റെ സന്തതി. ഇന്ന് ഈ വീടിന് രക്ഷ വരാൻ പോവാ. ഇന്ന് ഈ വീടിന് രക്ഷ വരാൻ പോവാ. ഇന്ന് ഈ വീടിന് രക്ഷ വരാൻ പോവാ. ഇവരും അബ്രഹാമിന്റെ സന്തതിയേ. ഉഡാനപരമ സണ്ടനാധിയ രേതഗണഘടക ശബ്ദരാധന അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ
എല്ലാരും ആ കൈയടിച്ചു ദൈവത്തിന് ഉറച്ചൊരാമീൻ പറയാൻ പറ്റുന്ന ആളുകൾ ചേർന്ന് ഈ രാവിലെ ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ. നിങ്ങളുടെ സ്ഥിതിയെല്ലാം മാറും. നിങ്ങൾ ഇവിടെ വന്നത് കരഞ്ഞില്ലേ? ആ കരച്ചിട്ട് ദൈവം കേട്ടതാ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാ വന്നേ, കർത്താവേ ആരെ തൊട്ടില്ലേലും എന്റെ മോനെ തുടർന്നേ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചേ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടാ വന്നേ, കർത്താവേ ആരെ തൊട്ടില്ലേലും എന്റെ മോനെ തുടരണം. കൊച്ചേ, നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. എനിക്ക് നിന്നെ അറിയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ല. നീ ആദ്യമായിട്ട് ഇങ്ങനത്തെ കൂട്ടായ്മ വരുന്നേ. കർത്താവ് ഇതാ യേശു. നമ്മളെ അറിയാം ദൈവത്തിന്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇവൻ എത്ര വയസ്സുണ്ട്? എന്നിട്ട് ഞാൻ പറയാം, 18 വയസ്സ്. ഇപ്പൊ 20 വർഷം, 19 20 കാണും, ഇല്ലയോ? 21 കൂട്ടിക്കോ, രണ്ടും കൂടെ കുഴപ്പമില്ല. എന്നാലും 21 വർഷമായി. ഒരു ആമീൻ പറ. 21 വർഷം മുമ്പ് ആള് വന്ന ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ദൈവം എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെ അറിയാവുന്ന, ദൈവത്തിന് നമ്മുടെ വീടറിയാവുന്ന, ദൈവത്തിന് നമ്മുടെ സ്ഥിതി അറിയാവുന്ന ഒന്ന് കൈയടിച്ചു ദൈവത്തിന് ഉറച്ചൊരാമീൻ പറ. ഇന്ന് രാവിലെ നിന്നെ അറിയാവുന്ന, നിന്റെ വീടറിയാവുന്ന, നിന്റെ കുടുംബം അറിയാവുന്ന അടമനക ശബ്ദരാധന യേശുവേ എന്ന് വിളിച്ച ദൈവത്തിനെ